മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അലീന ബാലചന്ദ്രനെയും സഹോദരങ്ങളെയും കാണാൻ വേണ്ടി നെടുമ്പുരക്കൽ വീട്ടിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഈ കാര്യം സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. ആദ്യമൊക്കെ സ്റ്റാൻലി എതിർക്കുന്നുണ്ട്. പിന്നീട് അലീനയുടെ നിർബന്ധത്തിനനുസരിച്ച് സ്റ്റാൻലി സമ്മതിക്കുകയാണ്. നെടുമ്പുരക്കൽ വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അലീനയോട് സ്റ്റാൻലി ഒരു ഡ്രസ്സും അതുപോലെ ഓർണമെൻറ്റ്സും കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം ധരിച്ചുകൊണ്ട് നീ അങ്ങോട്ടേക്ക് ചെന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയും, ഇതൊന്നും വേണ്ട പപ്പ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, എൻ്റെ മകൾ എത്രയോ വലിയ നിലയിലാണ് ജീവിക്കുന്നത് എന്ന് ആ വീട്ടിലുള്ളവർ അറിയട്ടെ എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന ചോദിക്കും, അതൊക്കെ വേണോ പപ്പ എന്ന്. അങ്ങനെ ഒടുവിൽ അലീന അതെല്ലാം വാങ്ങി ധരിച്ച് വരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം വാങ്ങി ധരിച്ച് പോകാൻ നിൽക്കുന്ന അലീനയോട് സ്റ്റാൻലി ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ആ സമയത്ത് അലീന പറയും, ഞാൻ ഇവിടെ നിന്ന് വല്ല ഓട്ടോയോ ബസ്സൊക്കെ കയറി പോകാൻ എന്നാണ് കരുതിയിരിക്കുന്നത്. ആ സമയത്ത് സ്റ്റാൻലി പറയും, അതൊന്നും വേണ്ട, ഇവിടെ നിന്നും കാർ ഡ്രൈവറെയും കൂട്ടി നമ്മുടെ കാറിൽ പോയാൽ മതി എന്ന് പറയുകയാണ്. അലീന പറയും, അതൊന്നും വേണ്ട എന്ന്. ഒടുവിൽ സ്റ്റാൻലിയുടെ നിർബന്ധത്തിനനുസരിച്ച് അലീന സ്റ്റാൻലിയുടെ കാറുമായി പോവുകയാണ്. പിന്നെ ബാലചന്ദ്രനോടും മക്കളോടും ഒന്നും പറയാതെയാണ് നെടുമ്പുരക്കൽ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് ബബിത കാണുന്നുണ്ട്. ബബിത ഇങ്ങനെ കരുതുകയാണ്, ഈ സമയത്ത് ഇപ്പോൾ ആരാ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആ സമയത്ത് ആ കാറിൽ നിന്നും അലീന ഇറങ്ങുന്നുണ്ട്. അലീനയെ കാണുന്ന ബബിതക്ക് സന്തോഷമാവുകയാണ്. ബബിത അലീനയുടെ അടുത്തോട്ടേക്ക് ഓടിച്ചെന്ന് അലീനയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് വൈജയന്തി വരുന്നുണ്ട്. ആരാണ് വന്നിരിക്കുന്നതെന്ന് വൈജയന്തിയും വന്ന് നോക്കുകയാണ്. ആ സമയത്ത് ബബിതയും അലീനയും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് വൈജയന്തി കാണുന്നത്. ആ സമയത്ത് ഇവൾ ഇത്രയും വലിയ കാറിലും ആണോ വന്നത് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അലീന ഒരുങ്ങിയിരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ബബിത അലീനയും കൊണ്ട് വീട്ടിൻ്റെ അകത്തോട്ടേക്ക് കയറി വരികയാണ്. ആ സമയത്ത് വൈജയന്തി ബബിതയോട് പറയും, കണ്ടവളെയൊക്കെ വീട്ടിലോട്ട് വലിച്ചു കയറ്റാൻ നിനക്കൊക്കെ നാണമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ബബിത അലീനയോട് പറയും, അമ്മ പറയുന്നതൊന്നും കേൾക്കണ്ട ചേച്ചി, ചേച്ചി ഇങ്ങ് കയറി വാ എന്ന് പറയാണ്. എന്നിട്ട് ബബിത കൃഷ്ണയെയും അതുപോലെ ബാലചന്ദ്രനെയും അതുപോലെ രോഹിത്തിനെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും വരികയാണ്. അങ്ങനെ അവരെല്ലാവരും വന്ന് ചോദിക്കേണ്ടത്, ബാലചന്ദ്രൻ ചോദിക്കും, മോളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? മോൾക്ക് ഇങ്ങോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ അച്ഛൻ മോളെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, നിങ്ങളെല്ലാവരെയും ഒന്ന് കാണണം തോന്നി, അപ്പം ഞാൻ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കും. ആ സമയത്ത് അലീന പറയും, പപ്പ കാറ് കൊടുത്തയച്ചു, കാറും ഡ്രൈവറും കൂടെയാണ് വന്നതെന്ന് പറയാണ്. ആ സമയത്ത് വൈജയന്തി പറയും, ഓ പപ്പ എന്നൊക്കെ വിളിക്കാൻ ആ വീട്ടിലുള്ളവർ നിന്നെ സമ്മതിച്ചോ? ബാലചന്ദ്രനെ പോലെയുള്ള വല്ല ഊച്ചാളികളായിരിക്കും എന്ന് പറയണം. ആ സമയത്ത് അലീന വൈജയന്തിയോട് പറയും, ഊച്ചാളിയൊന്നുമല്ല, പക്ഷേ ബാലച്ചനെ പോലെ അത്രയ്ക്ക് അങ്ങ് സ്നേഹമില്ലെന്ന് മാത്രം. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നോട് സ്നേഹമൊക്കെയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം എനിക്ക് തന്നെ വെച്ചത് പപ്പയാണെന്ന് പറയുകയാണ്. അപ്പം ഒരു പുച്ഛത്തോടു കൂടി വൈജയന്തി ഇങ്ങനെ അലീനയെ നോക്കും. ആ സമയത്ത് ബബിത പറയും, അലീന ചേച്ചിക്ക് ഞാൻ കോഫി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് പോകും. കൃഷ്ണമോൾ അലീനയോട് പറയും, ചേച്ചിയെ കാണാഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സങ്കടമായി, ഇപ്പോൾ എനിക്ക് സന്തോഷമായി, ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. ആ സമയത്ത് വൈജയന്തി പറയും, അവളെ ഇവിടെ സ്ഥിരതാമസമാക്കിയേക്ക്, അതാണല്ലോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം. ആ സമയത്ത് കൃഷ്ണജ പറയും, ചേച്ചി ഇവിടെ നിൽക്കാൻ സമ്മതമാണെങ്കിൽ എനിക്കത് വളരെയധികം സന്തോഷമാണെന്ന് പറയണം. ആ സമയത്ത് അലീന പറയും, അതൊന്നും പറ്റില്ല, അവിടെ പപ്പ ഒറ്റയ്ക്കുള്ളൂ, എനിക്ക് പപ്പയുടെ അടുത്തോട്ടേക്ക് ചെല്ലണം, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നതെന്ന് പറയാണ്. പിന്നീട് വൈജയന്തി മുറിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് വൈജയന്തി മുറിയിൽ നിന്നും ആലോചിക്കുകയാണ്, ആരാണ് അവളുടെ പപ്പ? ഇത്രയും വലിയ കാറിലൊക്കെ അവൾ വന്നിറങ്ങി, അവൾ ഇട്ടിരിക്കുന്ന ഓരോ ഡ്രസ്സിൻ്റെയൊക്കെ വില എത്രമാത്രം ഉണ്ടാകും? അവളെ കണ്ടപ്പോൾ ഒരു രാജകുമാരിയെ പോലെ തന്നെ എന്നൊക്കെയാണ് ചിന്തിക്കുകയാണ്. ആരാണ് ബാലചന്ദ്രൻ, എവിടെയാണ് അവളെ കൊണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. പിന്നീട് ഇങ്ങനെ ബബിതയും കൃഷ്ണജയും രോഹിത്തും അതുപോലെ ബാലചന്ദ്രനും അലീനയും സംസാരിക്കും. അലീന വീട്ടിൽ നിന്നും ഭക്ഷണമെല്ലാം കഴിച്ച് പോകാനുള്ള പുറപ്പാടിലാണ്. ആ സമയത്ത് വൈജയന്തി അലീനയോട് ചോദിക്കും, എന്താടി നീ നിൽക്കുന്ന വീട്ടുകാരെയും നീ മുടിപ്പിക്കുമോ? നീ നിൽക്കുന്ന സ്ഥലം നശിച്ചു പോവുകയുള്ളൂ എന്ന് പറയും. ബാലചന്ദ്രൻ പറയും, മോള് ആരോട് സംസാരിക്കാൻ നിൽക്കണ്ട, പോകാൻ നോക്ക്, നേരം ഇരുട്ടണേ മുന്നേ വീട്ടിലെത്താൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി ബാലചന്ദ്രനും ബബിതയും കൃഷ്ണജയും രോഹിത്തും അലീനയെ പറഞ്ഞയക്കുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.